അതുപോലെ തന്നെ തടവി 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 ഇപ്പൊ രാവിലേക്ക് ഇരിക്കുമ്പോ കൈയും കാലും ഒക്കെ ഇങ്ങനെ. ഞാൻ പറഞ്ഞ സംഭവത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ബർത്ത് പാർട്ട്ണർ. ഇപ്പൊ പ്രസവിക്കും എന്നറിയാൻ പറ്റാത്തതും പിന്നെ ഈ കുട്ടീനെ കാണാനുള്ള ഒരു ആകാംക്ഷ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒറ്റ പേര് കണ്ടുപിടിച്ച് വെച്ചിട്ട്. ഹായ് ഗൈസ്, ഇന്ന് August 6 എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചിത്തിര 37 weeks 6 days പ്രഗ്നന്റ് ആണ്. അതായത് നാളെ 38 weeks പ്രഗ്നൻസി കംപ്ലീറ്റ് ആവും. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഒരു പ്രീ ടൈം ഡെലിവറി ആയി പോകുമോ എന്ന് പേടിച്ച്, അത് കാരണം ഈ പറയുന്ന ഫസ്റ്റ് ടൈം ഡെലിവറി ആണെങ്കിൽ കൂടി ഒരു യൂട്രസിന്റെ കോൺട്രാക്ഷൻ വളരെ നേരത്തെ തന്നെ എന്താണല്ലോ ആ യൂട്രസിന് ഇങ്ങനെ ആവണത് നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 32 weeks ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു മേ ബി അതൊരു പ്രീ ടൈം ഡെലിവറി ആയി പോകുമെന്ന് പേടിച്ചു. അതുകൊണ്ട് കുറേയൊക്കെ കെയർ ചെയ്തു. അതിന് ഞങ്ങൾ വിചാരിച്ചൊരു 36-37 weeks ഒക്കെ ആയിക്കഴിഞ്ഞാൽ സേഫായിട്ട് ഡെലിവറി നടത്താം. അതായത് എനിക്കൊരു 34 വീക്കിന് ശേഷം മുതലേ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് കൊച്ചെന്തോ വയറ്റിന്ന് ചവിട്ടി പിടിക്കുന്നതാണ്, ചവിട്ടി ഇരിക്കുകയോ ചെയ്തതാണ് അതൊക്കെയാണ്. പക്ഷെ പിന്നീട് എനിക്ക് ഡൗട്ടായത് അതായിരിക്കില്ല. പക്ഷെ 36 week ആയതിനു ശേഷം മുതൽ എൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു തുടങ്ങി. മറ്റേത് രാത്രി മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് പകൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഡ്യൂറേഷൻ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഫ്രീ ടൈം ആവുമെന്ന് വിചാരിച്ച് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ച്, കാരണം ഫ്രീ ടൈം ആവാൻ പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കൺട്രോൾ ചെയ്തു. പക്ഷേ 36 week ആയതിനു ശേഷം മുതൽ ഞാൻ വീണ്ടും ആക്റ്റീവായി തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ഡെലിവറി ആകുമ്പോൾ വിചാരിച്ച് ഒന്നും സംഭവിച്ചില്ല. വൈകുന്നേരം ആകുമ്പോഴുള്ള സിംറ്റംസ് കാണുമ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ മിക്കവാറും എനിക്ക് പെയിൻ വരും, നാളെ രാവിലെ ഡെലിവറി ആവുമെന്നത് പറയും. പക്ഷേ രാവിലെ ഉറക്കമണിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇനിയിപ്പോ ഒരു 1000 meter അല്ലെങ്കിൽ 1 kilometer ഓട്ടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കും. പക്ഷെ അത് പെയിൻ വരുന്നുണ്ട്, ചെറിയ രീതിയിൽ പെയിൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ സമയത്ത് നമ്മള് കാരണം കൊച്ച് പ്രോപ്പർ വളർച്ചയായി. ഇനിയിപ്പോൾ കുട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കാനില്ല. ഇനി കുട്ടി വലുതാകുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ പറയുന്ന ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ എന്തായാലും പ്രീ ടൈം ആയിട്ടാണ് വരുന്നത്. പ്രീ ടൈം എന്ന് പറയുമ്പോൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടല്ല വരുന്നത്. കാരണം എന്താണ്, പശുക്കിടാവും ആട്ടിൻകുട്ടിയൊക്കെ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ നടന്നു തുടങ്ങിയെന്ന് വരാം. പക്ഷെ നമ്മുടെ കൊച്ചുങ്ങൾ തല പോലും ഉറക്കാതെ ആയിരിക്കും വരുന്നത്. അപ്പം അതിനൊരു മദേഴ്സിന്റെ കെയർ അല്ലെങ്കിൽ ഒരു കെയർ നമുക്ക് ആവശ്യമാണ്. അപ്പം മനുഷ്യ കുഞ്ഞുങ്ങൾ എന്തായാലും പൂർണ്ണ വളർച്ച എത്തിയിട്ടല്ല ജനിക്കുന്നത്. അപ്പോൾ ഇനി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 36 weeks ഓക്കെയാണ്. 37 കഴിഞ്ഞു, 38 ആവാൻ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം അഡ്മിറ്റായി. അന്ന് പ്രസവിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് ഗൈസ്. അവിടെ ഒരുപാട് ഞാനും ലേബർ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ സാധാരണ മെൻസിന് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അലൗഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റി. അവിടെ ഒരുപാട് ലേഡീസ് പെയിൻ വരുന്നു, പോകുന്നു, പ്രസവിക്കുന്നു, തിരിച്ചു വരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ കൊട്ടീനെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുന്നു. ആ കൊട്ടിയുടെ കരച്ചില് അത് നമ്മൾ ഈ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ലേബർ റൂമിൽ പോയിട്ട് കൊച്ചു ചിരിച്ച് കുറച്ച് ഈ കരച്ചിലൊക്കെ കേൾക്കുന്നത്. ശരിക്കും ഈ കൊച്ചു കരയുന്നു എന്നുള്ളതാണ് സൗണ്ട്, അല്ലെങ്കിൽ കുട്ടി ജനിച്ചു എന്നുള്ളതായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും അത് തന്നെയാണ് എക്സ്പീരിയൻസ്. പോയി കുറച്ചു നേരം കഴിയുമ്പോൾ ആ സൗണ്ട് നമുക്ക് കേൾക്കാം. അല്ല, അത് മാത്രമല്ല, മിക്കുള്ളവരും ലേബർ റൂമിൽ കിടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചിലർക്ക് ഭയാനകമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് പക്ഷെ അവിടെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുകയാണ് ചെയ്തത്. കാരണം എല്ലാവരും പോകുന്നു, തിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നു, അല്ലേ? ഭയങ്കര രസമായിരുന്നു. കാരണം പെട്ടെന്ന് പോകുന്നു വരുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്, ഞങ്ങൾ കിടന്നൊരു ദിവസം ആ ഹോസ്പിറ്റലിൽ, അതായത് ആ ഒരു 24 hours ആ ഹോസ്പിറ്റലിൽ പ്രസവിച്ച എല്ലാ കുട്ടികളും ആൺകുട്ടികളായിരുന്നു. പെൺകുട്ടികൾ ആരെയും കണ്ടില്ല. അത് വളരെ വിഷമമുണ്ട്. പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ലേഡി മാത്രമാണ് കുറച്ചെങ്കിലും പെയിൻഫുൾ ആയിട്ട് കരയുന്നത് കണ്ടത്. ബാക്കി ആരും കരയുന്ന കണ്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും കടിച്ചമർത്തിയതാണോ അതോ ഇനി എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സിനിമയിൽ കാണുന്ന കാലമാട എന്ന് വിളിക്കുന്ന പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അതൊരു മിക്കവാറും ഞാൻ വിചാരിച്ചത് നേരത്തെ പ്രസവിക്കുമെന്നാണ്. അവിടെ വെച്ച് പ്രസവിക്കുമെന്ന് വിചാരിച്ചു. പ്രസവിച്ചാൽ കൊച്ചിനെ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ടുവരാന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. പക്ഷെ പറ്റിച്ചു ഗൈസ്. ഞാനല്ല, സുഖം പിടിച്ച് വയറ്റി കിടക്കുന്ന
ഇനിയിപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വിസിറ്റ് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇന്നലെ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു യൂട്രസ് കോൺട്രാക്ഷൻസ് അത് ഉണ്ട് നല്ല എന്നുള്ളത്. രീതിക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അഡ്മിറ്റ് ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്തു. ഇന്ന് സൺഡേ പക്ഷെ ആണ്. അത് ഫാൾസ് പെയിൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് ഫാൾസ് പെയിൻ വരുന്നതാണ്. നല്ല രീതിക്കുള്ള പെയിൻ വന്നാൽ മാത്രമേ അവത്തുള്ള പേടിക്കേണ്ട, വീട്ടിൽ പോയിക്കോന്നൊക്കെ വന്നാൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഡെലിവറിയോട് അടുപ്പിച്ച് 36, 37, 38 വീക്സ് ഒക്കെ വരുമ്പോൾ ഇതിനൊക്കെയുള്ള കോൺട്രാക്ഷൻസിൻ്റെ പെയിൻസ് ഉണ്ടാവും. യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നത് അത് വേറൊന്നും വേണ്ടിയില്ല. ഇത് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകുമ്പോൾ യൂട്രസ് തന്നെ അത് പ്രസ് ചെയ്ത്, അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊച്ചിൻ്റെ വെളിയിലോട്ട് വരും. ബാക്കി നമ്മുടെ കൂടെ, അതായത് ലേഡീസ് കൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസവം നടക്കും. അപ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് ഫോർ ദാറ്റ്. പക്ഷേ എനിക്കറിയില്ല, ചിലർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുപോലെ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അങ്ങനെ നമുക്ക് റെഗുലർ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് രാത്രി എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രാത്രി മിക്കവാറും പോവും, ഇന്ന് രാവിലെ ഞാൻ പ്രസവിക്കും എല്ലാ ദിവസത്തെയും പോലെ. 36 വീക്കിന് ശേഷം മുതൽ ഡെയിലി ഇതായിരുന്നു. അപ്പൊ ചില ആളുകളൊക്കെ പറയായിരിക്കും, നിങ്ങൾക്ക് എന്താ യോഗയൊക്കെ ട്രൈ ചെയ്തൂടെ, എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്തൂടെ. ഗ്യാസ് കഴിഞ്ഞ 3 മാസമായിട്ട് ഇതേ എക്സസൈസുകൾ, ഈ പറയുന്ന എക്സസൈസുകൾ, യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, അശ്വിനി നീ തലകുത്തി നിൽക്കാതെ എന്ത് എക്സസൈസും ചെയ്തോളാനാണ്. അശ്വിനി തലകുത്താത്ത ബാക്കി എല്ലാ ആസനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി തോന്നുന്നു കുറച്ച് പ്രശ്നമാണ് തലകുത്തി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം സെറ്റാണ്. ഇനി കുഞ്ഞാവ് വന്നാൽ മതി. കുഞ്ഞാവയ്ക്ക് പേര് പോലും വളരെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളൊരു പേര്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒറ്റ പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് തപ്പി കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. 3 വർഷം മുന്നേ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞെന്ന ഒരു പേര്. പിന്നെ ഞങ്ങൾ വേറെ എത്ര അന്വേഷിച്ചിട്ടും നമുക്ക് വേറൊരു പേര് സെറ്റ് ആവാത്തോണ്ട് പിന്നെ എത്രയായിട്ട് ഞങ്ങൾക്ക് ആ പേര് മാത്രം മനസ്സിലാവുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും അതേ പേര്. അപ്പോൾ ഗൈസ്, ഇത് കണക്കുള്ള ഫാൾസ് പെയിൻസും അതുപോലെ പറ്റിപ്പ ഗൈസ്. അപ്പോൾ നിങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഫാൾസ് പെയിൻസും അതുപോലെ തന്നെ എപ്പോൾ പ്രസവിക്കും എന്നറിയാൻ പറ്റാത്തതും പിന്നെ ഈ കുട്ടീനെ കാണാനുള്ള ഒരു ആകാംക്ഷ ഈ സ്പീച്ചിൽ ഭയങ്കര കൂടുതലായിരിക്കും. അത് നിങ്ങൾക്കും ഉണ്ടാകാം. ഞങ്ങളും ആ ഒരു സിറ്റുവേഷനിലാണ്. ഇതിനെ കാണാൻ കുറേ പേർക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതിനു വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതൊരു ഫീലാണ്, കാണാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട്. ചിലരോട് നമുക്ക് എന്നോടല്ല പറയുന്നത്, ഡെയിലി എന്നെയും പറ്റിക്കൊണ്ടിരിക്കുമെന്ന് ആലോചിക്കണം. രാത്രി ഉറങ്ങുമ്പോൾ ഡെയിലി രാവിലെ പ്രസവിക്കും എന്ന് പറഞ്ഞ് പോകുന്നില്ല, രാവിലെ കണ്ണു നിൽക്കുമ്പോൾ ഒന്നും സംഭവിക്കാതില്ല. ഈ ഭാര്യമാരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ അവരെ നമ്മൾ കുറെ ഹെൽപ്പ് ചെയ്ത് തടവി ഇപ്പൊ രാവിലേക്ക് ഇരിക്കുമ്പോ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, മസാജ് ചെയ്ത് കൈയും കാലും കൊണ്ടൊക്കെ മസാജ് ചെയ്ത് ഇങ്ങനെ എന്തവസ്ഥയാണെന്നറിയില്ല. ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് മൊത്തത്തിൽ എന്നെ കൊണ്ട് തടയിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞവരപ്പൊ പറയാൻ പോകുന്നത് എന്താ രീതി, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഗൈസ്, എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ കാണാമോ അവര്? ഓക്കെ, ജീവനോടുണ്ടെങ്കിൽ കാണാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല, സോറി, അല്ല, ജീവനോടുണ്ടാവും, ഇടിച്ച് പിഴിയോന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും അധികം താമസിക്കാതെ ഞങ്ങൾ പ്രസവിക്കല്ല, ഞങ്ങളല്ല ഇവള് പ്രസവിക്കുന്നു. ഇവള് പ്രസവിക്കണം. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഡെലിവറി റൂമിൽ, അതായത് ഒരു സ്യൂട്ട് റൂം എടുത്ത് അവിടെ നിന്ന് എനിക്ക് ആ ഡെലിവറി കണ്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ ആദ്യം കാണാനും അതുപോലെ തന്നെ ഇവളുടെ ഡെലിവറി കാണാനും പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടിയിട്ട്, അതായത് ശരിക്കും അവിടെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അങ്ങനെ ഒരു ഡെലിവറി എൻ്റെ ലൈഫിൽ, ഇവൾ അങ്ങനെ ഒരു ആവശ്യം പറയുന്നത് വരെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഡെലിവറി കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഡെലിവറി കാണുന്നതിനെ കുറിച്ചും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഡെലിവറി. കുറേയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബോധം കിട്ടുന്നു വീഴുന്നില്ല. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും സമയവും കാര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബർത്ത് പാർട്ട്നർ.
ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.